ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈത്തപ്പഴം നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് ആവശ്യമുള്ള സാധനം ചെറുനാരങ്ങ കഴുകി കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചത്, മുളക് പൊടി, വിനാഗിരി, എള്ളെണ്ണ, കടുക്, ഉലുവ, കുറച്ച് മഞ്ഞൾപ്പൊടി, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 2 കിലോ ഈത്തപ്പഴം, കറിവേപ്പില. പാത്രം അടുപ്പിൽ വെക്കുക. വെള്ളമുള്ളതൊക്കെ ഡ്രൈ ആക്കി കളയാം. അതിലേക്ക് ഇനി എള്ളെണ്ണ ഒഴിക്കുക. എള്ളെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. ഏകദേശം നമ്മൾ 6 കിലോ അച്ചാർ ആണ് ഉണ്ടാക്കുന്നത്. ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ്. ഇനി എടുത്ത് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒന്ന് പച്ചമണം മാറുന്നവരെ എല്ലാം കൂടി മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇതിലേക്ക് എടുത്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വിനാഗിരി മാത്രമേ ഉള്ളൂ, വെള്ളം ഒട്ടും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണം. ഈത്തപ്പഴം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്നൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉലുവയും കടുവും കൂടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അച്ചാർ പൊടിയും എള്ളെണ്ണയും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. വീണ്ടും ഇത് നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.